അനേകം പേരെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യണം. ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകം ചെയ്ത ഉയർത്തട്ടെ. അനേകര് ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ സമൂഹത്തിലും അനേകർ അഭിഷേകം ചെയ്യപ്പെടണം. ഹല്ലേലൂയ. ഒരു അടുത്ത നാളിൽ ഞാൻ തെലങ്കാനയിൽ പ്രിൻസ് പിതാവിൻ്റെ കൂടെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. കൺവെൻഷനെല്ലാം കഴിഞ്ഞിട്ട് കൺവെൻഷൻ സ്ഥലത്ത് നിന്ന് ഞാൻ പിതാവിൻ്റെ കൂടെ അരമനയിലേക്ക് പോവുകയാണ്. കൺവെൻഷൻ കഴിഞ്ഞെന്ന് ഞങ്ങളവിടെ തങ്ങി. അടുത്ത് കുറേ ദൂരമുണ്ട്. ഞങ്ങൾ വരുമ്പോൾ മെയിൻ റോഡിലൂടെ വണ്ടി ഓടിച്ച് ഡ്രൈവറുണ്ട്, ഞാനും പിതാവുണ്ട്. പിതാവിനെ ഞങ്ങൾ സംസാരിക്കുകയാണ്, വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പം പിതാവ് ഇങ്ങനെ കൈ ചൂണ്ടിക്കാണിച്ചു. ഒരു വലിയ ബിൽഡിങ് കുറേയുണ്ട്. ആ മെയിൻ റോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 6 വരിപ്പാതയാണെന്നു. അതിൻ്റെ മെയിൻ റോഡ് സൈഡിൽ കുറേ ബിൽഡിങ്ങുകൾ, നിരനിരയായിട്ട് ബിൽഡിങ്ങുകൾ. അപ്പം ഞാൻ ആദ്യം അവിടെ പോയപ്പോൾ അവിടെ അച്ഛന്മാർ എന്നെ അവിടെ കൊണ്ടുപോയിരുന്നു. ആ സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അതായത് പ്രവീൺ എന്ന് പേരുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ആ മനുഷ്യൻ ആരുടെയോ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തു. കൺവെൻഷനിൽ പങ്കെടുത്ത ആ മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിറങ്ങി. അസാധാരണമായ വചനത്തിന് അഭിഷേകം, ഡെലിവറൻസിന് അഭിഷേകം, രോഗശാന്തി കൃപാവരങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു. നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ഇപ്പോൾ അവിടെ ഒരു ഞായറാഴ്ച അവരുടെ ആരാധനയിൽ 5 ആരാധന പറ്റുണ്ട്. 1,00,000 പേരാ പങ്കെടുക്കുന്നത്. ഒരു മനുഷ്യന് ആത്മാഭിഷേകം കിട്ടിയിട്ട് ആ മനുഷ്യൻ ഒരു പ്രാർത്ഥന തുടങ്ങുന്നത്, അതങ്ങൊരു ചർച്ചയായിട്ട് അങ്ങോട്ട് വളർന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ച എന്നാണ് പറയുന്നത്. 1,00,000 പേരാണ് ഞായറാഴ്ച അവരുടെ 5 ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഇതുപോലെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും, പഞ്ചാബിലെ പല സ്റ്റേറ്റിലും ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തിട്ട് അവിടെ ശക്തമായിട്ട് സുവിശേഷ വേല നടക്കുന്നുണ്ട്. ഒരു സുവിശേഷത്തിൻ്റെ കൊടുങ്കാറ്റ് ഭാരതത്തിൻ്റെ മണ്ണിലും ലോകത്തിലാകമാനം കത്തിപ്പടരണം. ലോകം മുഴുവൻ പാപത്തിലേക്കും നിത്യനാശത്തിലേക്കും പോകുമ്പോൾ രക്ഷിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, സുവിശേഷത്തിൻ്റെ അഗ്നി കത്തിക്കണം. ഹല്ലേലൂയ. ഈ സുവിശേഷം ലോകം മുഴുവൻ കത്തിപ്പെടണം. ഈ സുവിശേഷം കേൾക്കാതെ മാനസാന്തരം ഉണ്ടാവത്തില്ല, രക്ഷയിലേക്ക് വരാൻ പറ്റില്ല. അസാധാരണമായ ദൈവാത്മാവിൻ്റെ അഭിഷേകമുള്ള വ്യക്തികൾ ലോകത്തിൽ പല രാജ്യങ്ങളിലുമുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ദൈവശക്തിയുടെ അഭിഷേകമുള്ള മനുഷ്യർ ലോകത്തിൽ പലയിടത്തും ജീവിച്ചിട്ടുമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു അനുഭവം നിങ്ങളുടെ പങ്കുവയ്ക്കാം. കെനിയ, ഉഗാണ്ട അങ്ങനെയുള്ള രാജ്യങ്ങളിൽ, ആഫ്രിക്കയിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അവിടെ വിൻസെൻഷ്യൻ സഭയിലെ വൈദികരുടെ ധ്യാന കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. വിൻസെൻഷ്യൻ സഭയിലെ ഒരു ജോസഫ് അച്ഛനാണ് എന്നെ അവിടെ ധ്യാനത്തിന് കൊണ്ടുപോയത്. കൺവെൻഷൻ ആയിരുന്നു. ഇതുപോലെ തന്നെ വലിയ കൺവെൻഷനുകൾ, വലിയ അനുഗ്രഹമായിരുന്നു. അപ്പം വിൻസെൻഷ്യൻ സഭയിലുള്ള ഒരു വിശുദ്ധനായ വൈദികൻ ജോസഫ് കുറുപ്പംപറമ്പിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അച്ഛനാണ് ആഫ്രിക്കയിലേക്ക് പോകുന്ന ആദ്യത്തെ അവരുടെ വൈദികൻ, വിൻസെൻഷ്യൻ സഭയിലെ വൈദികൻ കുറുപ്പംപറമ്പിൽ അച്ഛൻ. അവിടെ ആഫ്രിക്കയിൽ അറിയപ്പെടുന്നത് JK ബിൽ എന്നാണ്, ബില്ലച്ചൻ എന്നാണ് അറിയപ്പെടുന്നത്. അച്ഛന് അനേക വർഷങ്ങൾക്ക് മുമ്പ് ആ രാജ്യത്തുനിന്ന് സുവിശേഷം വേല ആരംഭിച്ചു. അച്ഛൻ്റെ ഗിഫ്റ്റ് എന്തായിരുന്നു അറിയാമോ? ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ട് കാര്യം കാണിച്ച്? ആരുമില്ല. അച്ഛൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അസാധാരണമായ രോഗശാന്തിപരം, അത്ഭുത രോഗശാന്തിപരം. അച്ഛൻ്റെ ലോകെ പിടിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി നടക്കും. അച്ഛൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി നടത്തും. അതുപോലെ രോഗശാന്തിയുടെ ഭയങ്കര ഗിഫ്റ്റ്. അച്ഛനെ കർത്താവ് അങ്ങോട്ട് അഭിഷേകം ചെയ്ത് ഉയർത്തു. ഞാൻ അവിടെ ശുശ്രൂഷിക്കുന്നപ്പോൾ അച്ഛനെ അടക്കിയ ദേവാലയത്തിൽ ഞാൻ പോയി അച്ഛൻ്റെ കബറിടത്തുകൾ പോയി ഞാൻ പ്രാർത്ഥിച്ചു.
നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. അച്ഛൻ അവിടെ ആഫ്രിക്കയിൽ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ 5 ലക്ഷം മുതൽ 8 ലക്ഷം പേര് വരിക ഒരു കൺവെൻഷനിൽ അവിടെ പങ്കെടുത്തുകൊണ്ടിരുന്നു. നിങ്ങളുടെ മനസ്സ് കണ്ടുപോയിക്കേ, 5 ലക്ഷം പേര് 8 ലക്ഷം പേരാ അച്ഛൻ്റെ കൺവെൻഷനിൽ അവിടെ ആളുകൾ അതുപോലെ ജനമായിരുന്ന കൺവെൻഷനിൽ. ജനം മുഴുവൻ അച്ഛനെ സ്നേഹിച്ചു, അച്ഛനെ സഹായിച്ചു. ഇന്ന് ആഫ്രിക്കയിലുടനീളം ആ സഭ വളരുകയാണ്. വിൻസെന്റ് സഭ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. ഇപ്പോൾ അച്ഛൻ്റെ നാമകരണ നടപടിക്കുള്ള കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ വിശുദ്ധനാക്കാരുടെ നാമകരണ നടപടി ആരംഭിച്ചു. ഇനി അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ശവസംസ്കാരത്തിന് കെനിയയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ ശവസംസ്കാരത്തിന് വന്ന്. അച്ഛൻ്റെ ശവസംസ്കാരത്തിന് കെനിയയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അവിടെ വന്ന് ശവടക്കിൽ പങ്കെടുത്തത്. അച്ഛൻ്റെ മൃതസംസ്കാര ചടങ്ങിൽ. ഹല്ലേലൂയ. ഒരു മലയാളി വൈദികനാണ് ആഫ്രിക്കയിൽ ചെന്ന് ഇപ്പൊ വിശുദ്ധനാകാൻ പോവുകയാണ്. ആത്മാവിന്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വീണ് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും തടയാൻ പറ്റത്തില്ല. ഒരു ശക്തിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ നിറഞ്ഞ് ആ വ്യക്തിയെ അങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് പിന്നെ ആ വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുക. ആർക്കും തടയാനൊക്കത്തില്ല. ഇത് സൈന്യ ബലമല്ല, കരബലമല്ല, ആത്മബലമല്ല, മനസ്സിൻ്റെ ബലമല്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. കരപിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് കത്തിച്ചൊലിക്കുന്നവരായിട്ട് മാറണം. പ്രഭാഷകൻ 48:1 ഏലിയ അഗ്നി പോലെ വന്നു, അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. ഏലിയ അഗ്നി പോലെ വന്നു, അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമപുസ്തകത്തിലേക്കുമ്പോൾ പഴയ നിയമപുസ്തകത്തിൽ മോശ, ഏലിയ, എലീഷ, സാംസൺ, ഗിദെയോൻ, ജഫ്ത, അങ്ങനെയുള്ള ഒത്തിരിയേറെ പ്രവാചകന്മാരുണ്ട് ദൈവം തിരഞ്ഞെടുത്തവർ. അവർക്ക് പ്രത്യേകമായ ഒരു ദൗത്യം നിറവേറ്റുവാനായിട്ട് ദൈവം തൻ്റെ ആത്മാവിനെ അവർക്ക് കൊടുത്തു. യേശുവിൻ്റെ കുരിശുമരണത്തിനു ശേഷം ആരൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിനെ ചോദിക്കുന്നുവോ അവർക്കെല്ലാം ആത്മാവിനെ കിട്ടും. പഴയ നിയമത്തില് ആ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിക്ക് മാത്രമേ ആത്മാവിന്റെ അഭിഷേകമുള്ളൂ. മോശയെ ദൈവം തെരഞ്ഞെടുത്തു, ആത്മാവിനെ പകർന്നു. വിക്കനായിരുന്ന, കഴിവൊക്കെ കുറവുള്ള മോശയിലൂടെ ഒരു രാജ്യത്തെ മുഴുവൻ കീഴടക്കുകയാണ്. അതാണ് ഒരു രാജ്യത്തിൻ്റെ മേലുള്ള അഭിഷേകം മോശയുടെ മേൽ ഇടുകയാണ്. ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് ദൈവജനത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി മോശയുടെ മേൽ ദൈവം തന്റെ ആത്മാവിനെ പകർന്നു. ദേശങ്ങളെ കുലുക്കാനുള്ള അഭിഷേകം, രാജ്യങ്ങൾ കുലുക്കാനുള്ള അഭിഷേകം, ഭൂഖണ്ഡങ്ങളെ ഇളക്കി മറിക്കാനുള്ള അഭിഷേകം. ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്താൽ ആ വ്യക്തിയിലൂടെ ദേശങ്ങള് അല്ലെ രാജ്യങ്ങള് അല്ലെ ഭൂഖണ്ഡങ്ങളെ ഇളക്കി മറിക്കാനുള്ള അഭിഷേകത്തിലേക്കാണ് ദൈവം ഉയർത്തുന്നത്. അത് ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയാണ്. മോശയുടെ മേൽ കർത്താവ് ആത്മാവിനെ പകർന്നു, അഭിഷേകം പകർന്നു. മോശയെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ഈജിപ്ത് എന്ന രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുക. ഏകദേശം 35 ലക്ഷത്തിലധികം പേരുണ്ടായിരുന്ന പറയുന്നത് അന്നത്തെ ജനക്കൂട്ടം. അവരെയായിട്ട് മരുഭൂമിയിലൂടെ നടന്ന് ഒത്തിരി കഷ്ടപ്പെട്ടു. നടന്ന അവസാനം ചെങ്കടലിലെ അവിടെ വന്ന് നിൽക്കുക. പുറപ്പാട് 14 നമ്മൾ വായിക്കുന്നുണ്ട്. ജനം മോശക്കെതിരായിട്ട് പിറുപിറുക്കുന്നു, മോശക്കെതിരായിട്ട് തിരിയുക. ചെങ്കടലിന്റെ മുൻപിൽ അവർ നിൽക്കുന്നത്. ഒരുപക്ഷെ മോശ എന്ന ശക്തനായ പ്രവാചകനും ഒരു നിമിഷം ഒന്ന് പതറിപ്പോയിട്ടുണ്ടാവാം. ജനം ഒറ്റക്കെട്ടായിട്ട് മോശക്കെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പുറകില് ഫറവോയുടെ സൈന്യം വരുന്നുണ്ട്. ഇവരെ കീഴ്പ്പെടുത്തുവാനായിട്ട് തേരും തേരാളികളും കുതിരകളും ഇവർക്ക് പിന്നാലെ പാഞ്ഞു വരികയാണ്. അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും ദൈവം ഇവരെ പൊതിഞ്ഞു സൂക്ഷിച്ചു, ഇവരെ നയിച്ചു.
ദൈവമായ കർത്താവ് മോശയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്തിനാണ് എന്നെ വിളിച്ചു കരയുന്നത്? നീ എന്തിനാണ് എന്നെ വിളിച്ചു കരയുന്നത്? നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറപ്പാട് 14:14. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ എന്തിനാണ് എന്നെ വിളിച്ചു കരയുന്നത്? ജനത്തോട് മുൻപോട്ട് പോകുവാൻ പറയുക. ഞാൻ തന്ന വടി നിന്റെ കയ്യിലുണ്ടല്ലോ, ജനത്തോട് മുൻപോട്ട് പോകാൻ പറയുക. ഹല്ലേലൂയ. മുൻപിൽ ചങ്ങടല. ദൈവം പറയുക, ജനത്തോട് മുൻപോട്ട് പോകാൻ പറയുക. 14:21 നമ്മൾ വായിക്കുന്നു, മോശ തന്റെ കരം ചെങ്കടലിന്റെ മീതെ നീട്ടിപ്പിടിച്ചു, ഒരു കിഴക്കൻ കാറ്റ് അഞ്ഞുവീശി. ഒരു കാറ്റ് അഞ്ഞുവീശ. കിഴക്ക് നിന്ന് വന്ന കാറ്റായതുകൊണ്ട് കിഴക്കൻ കാറ്റ് എന്നെഴുതിയിരിക്കുന്നത്. കർത്താവ് ഒരു ശക്തമായ കിഴക്കൻ കാറ്റ് അയക്കുക. കാറ്റ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിനെ സൂചിപ്പിക്കുന്നത്. കാറ്റ്, അഗ്നി, ജലം, മേഘം, അങ്ങനെ പലതും ആത്മാവിൻ്റെ പ്രതീകമാണ്. പ്രാവ്, ഇതൊക്കെ. ഒരു കിഴക്കൻ കാറ്റ്, കിഴക്ക് നിന്ന് ഒരു കാറ്റ് വീശുകയാ. ഒരു കൊടുങ്കാറ്റ് വീശി. ആ രാത്രി മുഴുവൻ വീശിയ ആ കാറ്റ് കടലിനെ പിറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയായി. വെള്ളം വിഭജിക്കപ്പെട്ടു. കടൽ ഒരു മതിൽ പോലെ നിൽക്കുക. വരണ്ട നിലത്തൂടി ദൈവത്തിൻ്റെ ജനം അക്കരെ കടക്കുക. ഹല്ലേലൂയ. മോശേ, നീ എന്തിനാ എന്നെ വിളിച്ച് കരയുന്നത്? നീ കൈനിട്ട് ചെങ്കടൽ പിളർക്ക്. നീ ചെങ്കടൽ പിളർക്കാനുള്ള ആത്മാവിൻ്റെ കരുത്തും ബലവും നിന്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. നീ കൈനീട്ടിയാൽ മതി, ആത്മാവ് ചലിക്കും. ആത്മാവ് കൊടുങ്കാറ്റായിട്ട് വീശും. കൈ നീട്ടിക്കൊള്ളാൻ മോശയോട് ദൈവം പറയുക. ഹല്ലേലൂയ. ചെങ്കടൽ വരണ്ട ഭൂമിയായിട്ട് പിളരുക. ദൈവത്തിന്റെ ജനം ആ വരണ്ട ഭൂമിയിലൂടെ നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങോട്ട് കടക്കുകയാ. ജനം മൊത്തം തീരുവോളം മോശ അവിടെ നിന്നിട്ടുണ്ടാവാം. ഏറ്റവും പുറകിൽ മോശയുമുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ഇതാ അഗ്നിസ്തംഭം മാറി. ഫറവോയുടെ പടയാളികളും തേരുകളും തേരാളികളും കുതിരക്കാരും കുതിരകളുമൊക്കെ ഇവരെ പിന്തുടരുക. ഹല്ലേലൂയ. അവരെ പിന്തുടരുക. ജനം മുഴുവൻ അക്കരെ കയറി ഇവര് പുറകെ വന്നോണ്ടിരിക്കുക. പിന്നെ സംഭവിച്ചത്, അക്കരെ നിന്നിട്ട് മോശ കൈകൾ നീട്ടി. മതിലായിട്ട് നിന്ന വെള്ളം അവരെ മൂടി. തേരും തേരുകളും തേരാളികളും കുതിരക്കാരും വെള്ളത്തിൽ മുങ്ങി. അവരെല്ലാവരും ചത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശ കടലിന്റെ മീതെ കരം നീട്ടിയപ്പോൾ അത് പിളർക്കപ്പെട്ടു. വീണ്ടും ഇതാ കരം നീട്ടിയപ്പോൾ കടൽ മൂടി. മോശ എന്ന ശക്തനായ ദൈവത്തിന്റെ ദാസനിലൂടെ അതിശക്തമായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. പഴയ നിയമത്തില് ചില വ്യക്തികളെ ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തിക്കൊണ്ട് ആത്മാവിന്റെ അഭിഷേകം, ആത്മാവിന്റെ കരുത്ത്, കൃപാവരങ്ങൾ നിറച്ച് അവരെ ഉപയോഗിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവമക്കൾക്ക് മുഴുവൻ ആത്മാവിനെ തിരികുക. അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായം 17-18 വചനങ്ങൾ. ആത്മാവിൽ നിറഞ്ഞ പത്രോസ് മട്ടുപ്പാവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുക, അവസാന ദിവസങ്ങളിൽ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അവസാന നാളുകളിൽ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. സകല ജനത്തിൻ്റെ മേലും. ഇത് വലിയ വാഗ്ദത്തമാ. അവിടെ ജാതിയോ മതമോ വ്യത്യാസമൊന്നുമില്ല. ആര് കർത്താവിൻ്റെ ആത്മാവിനെ വിളിച്ചപേക്ഷിച്ചാലും അവിടെ മേൽ ആത്മാവിനെ വർഷിക്കും. ഞാൻ വായിക്കുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44, 45, 46 വചനങ്ങളിൽ. പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിജാതിയുടെ മേൽപ്പോലും ആത്മാവ് വർഷിക്കപ്പെട്ടു. ഉണ്ടോ? പരിശുദ്ധാത്മാവ് അവിടെ മേൽ വർഷിക്കപ്പെട്ടു.
പത്രോസിനോട് കൂടുന്ന പരിച്ഛേദന വിശ്വാസികൾ വിസ്മയിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. ഉണ്ടോ? വിജാതിയുടെ മേൽ പോലും ആത്മാവ് ഇറങ്ങി വരിക. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു, അവിടെ മേലും കൃപാവരങ്ങൾ നിറയുക. ഇന്നും അത് സംഭവിക്കും. ഇവിടെ ജാതിയും മതമൊന്നും വ്യത്യാസമില്ല. ആര് ദൈവാത്മാവിനെ ചോദിക്കുന്നോ അവിടെ മേൽ കർത്താവ് ദാനമായിട്ട് വർഷിക്കുക. പത്രോസ് പറയുക, ഇതാ വിജാതിയുടെ മേൽ പോലും ആത്മാവ് വർഷിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഇവർക്ക് സ്നാനം കൊടുക്കുവാൻ താമസിക്കണ്ട. അവർ മാമോദീസ സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ ആ ജനത്തിന്റെ മേൽ, വിജാതിയുടെ മേൽ ആത്മാവ് കടന്നു വന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ അഭിഷേകം അത് ദൈവം തനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ആത്മാവിനെ കൊടുക്കും. അവർ ദാഹത്തോടെ തീക്ഷണത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആത്മാഭിഷേകത്തിനായിട്ട്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.